ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി BSc MLT എന്ന കോഴ്സിനെ കുറിച്ചാണ്. പാരാമെഡിക്കൽ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സെക്ടറിൽപ്പെട്ട പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ് ഇത്. 4 വർഷമാണ് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. 3 ഇയർ ക്ലാസ് പ്ലസ് 1 ഇയർ ഇന്റേൺഷിപ്പ് ആണ് ഈ കോഴ്സിൽ വരുന്നത്. +2 സയൻസിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സ്ട്രീമിൽ പഠിച്ച സ്റ്റുഡൻസിന് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ആ രോഗം ഡയഗ്നോസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്. അതായത് ഈ കോഴ്സിലൂടെ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് ബയോളജിക്കൽ സാമ്പിൾസ് കളക്ട് ചെയ്ത് അത് ലബോറട്ടറി ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് രോഗം ഡയഗ്നോസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ഡോക്ടേഴ്സ് നമുക്ക് ചികിത്സ നൽകുന്നത്. ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നവർക്ക് ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റിനും ധാരാളം ഹോസ്പിറ്റൽസും കൂടാതെ തന്നെ ലാബ് ക്ലിനിക്സും ഉണ്ട്. അവിടെയൊക്കെ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻസ് ആയിട്ടാണ് ഈ കോഴ്സ് പഠിച്ചു കഴിയുന്നവർക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ക്ലിനിക്കൽ പത്തോളജി, മൈക്രോബയോളജി, ഹെമറ്റോളജി, ബയോടെക്നോളജി, ഇമ്മ്യൂണോളജി, ബയോ ബാങ്കിങ്, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി തുടങ്ങിയവയാണ് BSc MLTയുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. BSc MLT കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ജോബ് റോൾസ് ആണ് ലാബ് ടെക്നീഷ്യൻ, ലബോറട്ടറി മാനേജർ, പത്തോളജി അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ്, ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻസ് തുടങ്ങിയവ. ഈ കോഴ്സിന് ശേഷം ഹയർ സ്റ്റഡീസ് നോക്കുന്നവർക്ക് MSc MLT, MSc in Clinical Biochemistry, Microbiology or Pathology, MBA in Hospital Management തുടങ്ങിയ കോഴ്സസും അവൈലബിൾ ആണ്. കേരളത്തിൽ അഡ്മിഷൻ നോക്കുന്നവർക്ക് LBS വഴിയായിരിക്കും. കേരളത്തിന് പുറത്ത് നോക്കുന്നവർക്ക് തമിഴ്നാടും കർണാടക തുടങ്ങിയ സ്റ്റേറ്റ്സുകളിൽ ധാരാളം കോളേജസിൽ ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. കോളേജസ് തിരഞ്ഞെടുക്കുമ്പോൾ their own ഹോസ്പിറ്റൽസ് ഉള്ള കോളേജസ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ ശരിയായിട്ടുള്ള ക്ലിനിക്കൽ പ്രാക്ടീസസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ കോഴ്സിനെ കുറിച്ചോ കോളേജസിനെ കുറിച്ചോ കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് ESA എഡ്യൂക്കേഷനുമായിട്ട് കോൺടാക്ട് ചെയ്യുക. താങ്ക്